സാഗ്നികം അതിരാത്രം എന്നാണ് ഈ അതിരാത്രത്തിന്റെ പേര്. സാഗ്നികം അതിരാത്രം എന്ന് പറയുമ്പോൾ അഗ്നിയോട് കൂടിയ അതിരാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഗ്നി ചയനം ചെയ്യുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. സാധാരണ യാഗങ്ങളിൽ ഇപ്പോൾ ഒരു അതിരാത്രം ചെയ്യേണ്ട വ്യക്തി എന്ന നിലയിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം ആധാനം ചെയ്യണം. ആധാനം ചെയ്തിട്ട് അടിതിരിയാവുക. അടിതിരി എന്നാണ് ആധാനം ചെയ്ത ആളെ പറയുന്ന പേര്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സോമയാഗം ചെയ്യാനുള്ള അവകാശം ആധാനം ചെയ്തു കഴിഞ്ഞാലാണ് ലഭിക്കുക. സോമയാഗം ചെയ്താൽ അദ്ദേഹം സോമയാജി എന്ന പേരിൽ അറിയപ്പെടും. ഇങ്ങനെ ആധാനവും സോമയാഗവും ചെയ്തു കഴിഞ്ഞാലാണ് ആ വ്യക്തിക്ക് അതിരാത്രം ചെയ്യാനുള്ള അവകാശമുള്ളത്. ഈ അതിരാത്രം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം രാത്രിയെ അതിജീവിക്കുക എന്നാണ്. ഈ അതിരാത്രത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 8-ാം ദിവസം കഴിഞ്ഞിട്ട് 9, 10, 11, 12 ഈ ദിവസങ്ങളിലൊക്കെ രാവും പകലുമില്ലാതെ രാത്രിയും പകലും നിറഞ്ഞു നിൽക്കുന്ന കർമ്മപദ്ധതികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അതിരാത്രം എന്ന പേര് വന്നത്. ഇതില് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം 3 വേദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അഥർവവേദത്തിന്റെ അംശങ്ങൾ ഇതിലില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്തുതികൾ, ഈശ്വരന്മാരോടുള്ള സ്തുതികൾ ഈ 3 വേദങ്ങളിൽ ആയതുകൊണ്ടാണ് ഈ 3 വേദങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പുരുഷൻ എന്നത് യജമാനൻ തന്നെയാണ്. യാഗം ചെയ്യാൻ പോകുന്ന ആള്. അദ്ദേഹത്തിന്റെ പത്നിയും ഒപ്പം വേണം. അവരെ പത്തനാടി എന്നാണ് സോമയാഗം കഴിഞ്ഞാൽ അറിയപ്പെടുക. അപ്പോൾ ഈ അതിരാത്രം കഴിഞ്ഞാലും അവർ പത്തനാടി എന്ന പേരിൽ അറിയപ്പെടും. പക്ഷേ സോമയാഗം കഴിഞ്ഞ യജമാനൻ സോമയാജിയാകുന്നുവെങ്കിൽ അതിരാത്രം കഴിയുമ്പോൾ അതിരാത്രത്തിന്റെ 10-ാം ദിവസം രാത്രി അദ്ദേഹം അവരോധിതനാകും. അക്കിത്തിരിപ്പാട് എന്ന പേരിലാണ് അദ്ദേഹം അവരോധിതനാകുക. 17 കൃത്തിക്കുകൾ, പ്രധാനപ്പെട്ട 17 കൃത്തിക്കുകൾ അതിരാത്രത്തിലുണ്ട് 3 വേദങ്ങളിൽ നിന്നുമായിട്ട്. അവരെ കൂടാതെ ഒരു 20ഓളം സഹായികൾ, പരികർമ്മികൾ എന്ന് പറയും, അവരും ചേർന്ന് ഒരു 37-40ഓളം പേരാണ് ഈ അതിരാത്രത്തിന്റെ കാർമ്മിക സംഘമായിട്ട് ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ യജ്ഞമാണ് അതിരാത്രം. സോമയാഗം 7 ദിവസമാണ്, പക്ഷെ അതിരാത്രം 12 ദിവസമാണ്. സോമയാഗത്തിൽ 12ഓളം സാമ ഹൃക് സ്തുതികളാണ് വരുന്നതെങ്കിൽ അതിരാത്രത്തിൽ 29 സ്തുതികൾ വരുന്നുണ്ട്. പിന്നെ കൂടാതെ 1000-ന് മീതെ ഇഷ്ടികകൾ, വളരെ പ്രത്യേക തരത്തിലുള്ള ഇഷ്ടികകൾ ഗരുഡന്റെ രൂപത്തിൽ, ഗരുഡച്ചിതി എന്നാണ് അതിന് പറയുക, ആ ഗരുഡന്റെ രൂപത്തിൽ അതാക്കിയിട്ട് അതിന്റെ മുകളിലാണ് 8-ാം ദിവസം കഴിഞ്ഞ് 9-ാം ദിവസത്തോടു കൂടിയിട്ട് ക്ഷീരധാരയും വസൂർധാരയും പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10-ാം ദിവസം കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്മാരുടെ ഭക്ഷണമായ സോമാഹുതിയൊക്കെ വരുന്നത് ഈ ശേനച്ചിതി എന്ന് പറയും, പ്രത്യേകം പടുത്തുയർത്തിയ ഈ പടവിന്റെ മുകളിലാണ്. ഇത് ഈ അതിരാത്രത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇത് മനുഷ്യ നന്മയെ, പഴയ കാലത്തെ വേദിക് കാലഘട്ടം എന്ന് പറയും. ഒരു 6000-ന് മീതെ വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ നമ്മുടെ വേദകാലത്തെ ജനങ്ങൾ അവർ ജീവിച്ചിരുന്ന ജീവിത രീതിയുടെ ഒരു ചിത്രണമാണ് നാം ഈ അതിരാത്രത്തിൽ കാണുന്നത്. അന്നത്തെ മൺപാത്രങ്ങൾ, അന്നത്തെ മരപ്പാത്രങ്ങൾ, അന്നത്തെ ജീവിത രീതികൾ, ഭക്ഷണങ്ങൾ, ഇതെല്ലാം അതിരാത്രത്തിൽ ഉൾപ്പെടുന്നു. അന്നത്തെ ഒരു പ്രത്യേകത, പ്രകൃതിയെ നശിപ്പിക്കുന്ന, പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു ജീവിത രീതിയും അന്നത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ജീവിത വ്യവസ്ഥ, സാമൂഹിക വ്യവസ്ഥ, പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഈശ്വരന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഇപ്പൊ ഇന്ദ്രൻ, വരുണൻ, മഴയുടെയും മേഘങ്ങളുടെയും ഒക്കെ അധിപനായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, പ്രകൃതിയെ മുഴുവൻ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നമുക്ക് മനുഷ്യർക്ക്, ഇതിലെ പ്രാർത്ഥനകൾ അങ്ങനെ കാണുന്നത്, മനുഷ്യർക്കും സമസ്ത ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും സുഖം വരുത്തണേ എന്നുള്ള ഈശ്വരന്മാരോടുള്ള പ്രാർത്ഥനകളാണ് അതിരാത്രത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെയുള്ള എല്ലാ മന്ത്രങ്ങളിലും നമ്മൾ കാണുന്നത്, പ്രാർത്ഥനകളിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മനുഷ്യരുടെ ആരോഗ്യത്തിനെ ഇത് ബാധിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ 6 ദിവസങ്ങളിൽ ഈ അഗ്നിഹോത്രശാലയിൽ അതിരാത്രത്തിന് മുൻപിൽ തൊട്ട് ഉത്തരവേദി, ഹവിർധാനം, സദസ്സ്, അഗ്നിഹോത്രശാല, പത്നീശാല എന്നിങ്ങനെ 6ഓളം പ്രധാന ഭാഗങ്ങളുണ്ട്. അതിൽ അഗ്നിഹോത്രശാലയിലെ 6 ദിവസങ്ങളിലായിട്ട് 12 തവണ പ്രവർഗ്യം എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാല്, ആട്ടിൻപാലും പശുവിൻപാലും അതിനുപയോഗിക്കും.
ഒരു മൺപാത്രത്തിൽ കറന്നെടുത്ത ആട്ടിൻപാലും പശുവിൻ പാലും ഒഴിക്കുകയാണ്. അതിനു മുൻപ് ഈ മൺപാത്രത്തിൽ നെയ്യൊഴിച്ച് തിളപ്പിക്കും. എന്നിട്ട് കൃത്യം മന്ത്രപുരസ്സരത്തോടു കൂടിയിട്ട് ആട്ടിൻപാലും പശുവിൻ പാലും ഒഴിച്ച് അത് അഗ്നിഭഗവാന് സമർപ്പിക്കുകയാണ്. ആ പ്രത്യേക സമയത്ത് ഒരു വലിയ അഗ്നിഗോളം ഉയർന്നു പോകും. അതിന് ഏതാണ്ട് അനവധി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെയധികം മടങ്ങ് ചൂട് അതിൽ നിന്നും ഉയർന്നു പോകും. ഒരു വലിയ അഗ്നിഗോളമായിട്ട് ഉയർന്നു പോകും. ഇതാണ് പ്രവർഗ്യം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഉയർന്നു പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കാത്ത, ഇപ്പൊ നമ്മളൊരു 36 ഡിഗ്രി 40 ഡിഗ്രി ചൂടിലായിരിക്കും വസിക്കുന്നത്. അതിൽ നശിക്കാത്ത അനവധി വിഷലിപ്തമായ അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അവയെ മുഴുവൻ നശിപ്പിക്കുവാൻ ഈ പ്രവർഗ്യം എന്ന അഗ്നിഗോളത്തിന് കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അഗ്നിഹോത്രശാല, ഇപ്പോഴത്തെ അതിരാത്രശാല ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവരിൽ രോഗമുള്ളവരുണ്ടാവാം, ചുമയുള്ളവരുണ്ടാവാം, ഇൻഫെക്ഷൻ ഉള്ളവരുണ്ടാവാം. അപ്പൊ അവരിൽ നിന്നൊക്കെ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ പടരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവർഗ്യം ചെയ്യുമ്പോൾ അങ്ങനെ നശിക്കാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പകരുന്ന ഈ രോഗാണുക്കളെ മുഴുവൻ നശിപ്പിച്ച് അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ കൂടിയുള്ള കഴിവ് പ്രവർഗ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തെ വളരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഈ അതിരാത്രത്തിലെ പ്രവർഗ്യത്തിൽ കാണുന്നത്. പ്രവർഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിരാത്രത്തിന്റെ ശിരസ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഉപസത്ത് എന്നുള്ള ക്രിയയുണ്ട്. അത് അതിരാത്രത്തിന്റെ കഴുത്തായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഇപ്പൊ ഇന്ന് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഈ ക്ഷേത്ര സങ്കല്പത്തിന് ഏതാണ്ട് ഒരു 1500ഓളം വർഷത്തെ പഴക്കമേ കാണുന്നുള്ളൂ. അതിരാത്രശാലയിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഏറ്റവും മുൻപിലായിട്ട് ഗരുഡാകൃതിയിലുള്ള ആ ചിതിയുടെ മുൻപിലായിട്ട് യൂപം, ക്ഷേത്രങ്ങളിലെ ധ്വജം പോലെ, കൊടിമരം പോലെ ഒരു യൂപം കാണാം. ഈ യൂപത്തിന് 6000 വർഷത്തോളം പഴക്കമുണ്ട്. നമ്മുടെ വേദിക് കാലഘട്ടങ്ങളിൽ ഈ മന്ത്രോച്ചാരണ വേളയിലും പ്രകൃതി ആരാധിക്കുന്ന സമയത്തൊക്കെ യൂപം എന്നത് ഉണ്ടായിരുന്നു. ആ യൂപം കൂവളത്തിന്റെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പ്രത്യേകത. കാരണം ഈ കൂവളത്തിന് ഏറ്റവും ഔഷധ ഗുണമുള്ള സസ്യമാണ്, വൃക്ഷമാണ്, ഈ ചെടിയാണ് കൂവളം. ആ കൂവളത്തിന്റെ നിന്ന് ഈ യൂപം സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഉത്തരവേദിയിലെ ശയനച്യുതിക്ക് മുകളിലായിട്ട് മന്ത്രങ്ങൾ, സാമഗാനങ്ങളും ഋഗ്വേദവും യജുർവേദവും ഒക്കെ ഇങ്ങനെ മന്ത്രങ്ങളായിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഈ യൂപത്തിലൂടെ ഈ മന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ പ്രസരണം ചെയ്യുന്നു. ഈ മന്ത്രങ്ങളുടെ പ്രത്യേകത, നമ്മുടെ മന്ത്രങ്ങൾക്ക് അന്തരീക്ഷ ശുദ്ധീകരണത്തിനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഓം എന്ന മന്ത്രം അത് കൃത്യമായ ആവൃത്തിയിൽ മാത്രയിൽ ജപിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള സുഖക്കേടും ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ഞരമ്പുകളെ മുഴുവൻ ഉദ്ദീപിപ്പിച്ച് നമ്മുടെ രക്തഓട്ടത്തെ വളരെയധികം നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുള്ളതാണ് പ്രണവം. അപ്പോൾ ഈ വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളുടെയും ശക്തി പ്രധാനം തന്നെയാണ്. ആ മന്ത്രങ്ങളുടെ അനുരണനങ്ങളെ, ശബ്ദവീചികളെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അന്തരീക്ഷം ശുദ്ധമാക്കുക എന്ന കർമ്മം കൂടി യൂപത്തിന് ചെയ്യാനുണ്ട്. അങ്ങനെ എല്ലാം എടുത്താൽ ഇവിടെ 10ാം ദിവസം കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സോമാഹുതി. ഇതിന് തെരഞ്ഞെടുക്കുന്നത് സോമലത എന്ന വള്ളി, അത് ഇടിച്ച് പിഴിഞ്ഞ് പവിത്രമാക്കിയിട്ട് അതാണ് ദേവന്മാർക്ക് ഹോമിക്കുന്നത്. സോമലതയുടെ വലിയൊരു പ്രത്യേകത, ഇതിൽ നിന്നും നമ്മൾ എടുക്കുന്ന സോമരസം അതിന് വളരെ ഔഷധ ഗുണമുണ്ട്. അത്തരം വളരെ മൂല്യവത്തായ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ സോമലത. അതാണ് ദേവന്മാർക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിരാത്രം മൊത്തമായിട്ട് ആകെയായിട്ട് നമ്മൾ എടുത്താൽ ഈ 12 ദിവസത്തെ കർമ്മങ്ങളിലും നമ്മുടെ വൈദിക കാലഘട്ടത്തിലെ വളരെ ആരോഗ്യവാന്മാരായ, മാനുഷികവും ശാരീരികവുമായ ആരോഗ്യത്തോടുകൂടി അന്ന് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നു. ആ ജീവിത പദ്ധതിയിലേക്ക് ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും ടെൻഷനും വളരെ ബുദ്ധിമുട്ടുകളാണ്. ജീവിതം മുഴുവൻ, അന്തരീക്ഷം മുഴുവൻ മലീമസമാണ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നിന്നും മാറി നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക്, അതായത് പ്രാകൃതം എന്നല്ല ഉദ്ദേശം, നമ്മുടെ ആരോഗ്യപരമായ മനസ്സും ആരോഗ്യപരമായ ശരീരവുമുള്ള അന്നത്തെ വേദി കാലഘട്ടത്തിലേക്ക്, വേദകാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുക, മനുഷ്യനെ നന്മയിലേക്ക് ഉയർത്തുക, സമസ്ത ജീവജാലങ്ങൾക്കും സൗഖ്യം വരുത്തുക എന്ന ഉദ്ദേശമാണ് ഓരോ അതിരാത്രത്തിനും, ഓരോ സോമയാഗത്തിനും, ഓരോ യജ്ഞത്തിനും നമ്മോട് പറയുക. അതിരാത്രത്തില് 6-7 ദിവസങ്ങളിലായിട്ട് ഈ സുബ്രഹ്മണ്യാഹ്വാനം എന്ന ഒരു ക്രിയയുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന ഹൃത്യക്ക് ഇന്ദ്രാദി ദേവന്മാരെ യാഗശാലയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. അതിൽ പറയുന്നുണ്ട്, അല്ലയോ ഇന്ദ്ര, അങ്ങാണ് ഈ ഭൂമിയിലേക്ക് എല്ലാവിധ അമൃതവർഷവും തരേണ്ടത്.
അതുകൊണ്ട് അങ്ങയുടെയും മറ്റ് ദേവീദേവന്മാരുടെയും സർവ്വദേവതകളുടെയും സാന്നിധ്യം അങ്ങയുടെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് തന്നാലും ഞങ്ങൾക്ക് സർവ്വവിധത്തിലുള്ള ഔഷധങ്ങളെയും സർവ്വവിധത്തിലുള്ള അമൃതവർഷത്തെയും പ്രദാനം ചെയ്താലും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സുബ്രഹ്മണ്യാഹ്വാനം കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് 2 തവണയായിട്ട് സുബ്രഹ്മണ്യാഹ്വാനം കഴിയുന്ന സമയത്ത് മഴ ലഭിച്ചു. ഇന്ദ്രനാണല്ലോ മേഘത്തിന്റെ അധിപൻ, വരുണനാണ് മഴയുടെ അധിപൻ, വരുണനോടുള്ള ആഹ്വാനവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ സമാധാനപരമായ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനായിട്ട് യഥാരീതിയിൽ വർഷം വേണം, വെയിൽ വേണം, കൃഷി നന്നായിരിക്കണം, ധനധാന്യാദികൾ ഭംഗിയായിട്ടുണ്ടാവണം. അപ്പൊ ഇത്തരത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ അതിരാത്രത്തിൽ ഉള്ളത്. അതുപോലെ ഇവിടെ നിന്നും ഉയർന്നു പൊങ്ങുന്ന ധൂമം, അതായത് ഹോമത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ധൂമം, അത് വളരെ അന്തരീക്ഷ ശുദ്ധീകരണമാണ്. മഴയെ ഉണ്ടാക്കാനും യഥാവിധി താപത്തെ ക്രമീകരിക്കാനും എല്ലാമുള്ള കഴിവ് ഇത്തരം ഹോമാദികൾക്ക് ഉണ്ട്. ഇത് വളരെ ആരോഗ്യകരമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ വസ്തുതയാണ്. അതുപോലെ 12-ാം ദിവസം ഈ അതിരാത്രശാലയിൽ ഓല കൊണ്ട് കെട്ടിയിട്ടുള്ള അതിരാത്രത്തിന്റെ എല്ലാ ഭാഗവും, അതായത് പ്രത്യേകിച്ച് ഉത്തരവേദി, ഹവിർധാനം, സദസ്, അഗ്നിഹോത്രശാല, പത്നീശാല, ആഗ്നിധ്രിയം, മാർജാലീയം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും അഗ്നിഭഗവാന് സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരു പൊരുള് നമ്മളതിന്റെ തത്വത്തിലേക്ക് പിന്നിലേക്ക് തിരിയുകയാണെങ്കിൽ, ഈ അഗ്നിഹോത്രം ചെയ്യുന്ന യജമാനൻ അധാനവും സോമയാഗവും കഴിഞ്ഞിട്ടാണ് അതിരാത്രത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ ദിവസം മുതൽ 12 ദിവസം വരെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളും ഒരു ശിശു ജനിച്ച് മരണം വരെയുള്ള നമ്മുടെ മനുഷ്യന്റെ പ്രക്രിയകളാണ് ഈ അതിരാത്രത്തിൽ കാണുന്നത്. അദ്ദേഹം ആദ്യത്തെ 2 ദിവസമൊക്കെ കൈകളൊക്കെ ചുരുട്ടി ഇങ്ങനെ ശിശുവിനെ പോലെ ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് ദർശിക്കാനാകും. അത് കഴിഞ്ഞിട്ടുള്ള കർമ്മങ്ങളെല്ലാം മനുഷ്യജീവിതത്തിന് ഒരു നല്ല മനുഷ്യന് എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുമോ അത് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതിരാത്രത്തിലൂടെ നാം സൃഷ്ടിക്കുന്നത്. നമ്മുടെ വേദകാലഘട്ടത്തിലെ നല്ല മനുഷ്യന്റെ, സാത്വികമായ മനുഷ്യന്റെ ജീവിത രീതിയാണ്, ജീവിത പദ്ധതിയാണ് അതിരാത്രം ഇവിടെ നമ്മുടെ മുമ്പിൽ പുനഃസൃഷ്ടിക്കുന്നത്. അങ്ങനെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ്, ഒരു മനുഷ്യന്റെ പുരുഷായുസ്സിലെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് നമ്മുടെ ആത്മാവ് നമ്മെ വിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ജഡമായിട്ടുള്ള നമ്മുടെ ശരീരം ബാക്കിയാവുകയാണ്. അങ്ങനെ ത്രേതാഗ്നിയുമായി യജമാനൻ ഇല്ലത്തേക്ക് പോകുന്നു. അഗ്നിഹോത്രം ചെയ്യാനാണ് പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും അഗ്നിഹോത്രം ചെയ്യണം. ഈ അഗ്നിഹോത്രം ചെയ്യുന്നത് എല്ലാ മനുഷ്യർക്കും, ജീവികൾക്കും, വൃക്ഷലതാദികൾക്കും സുഖം വരുത്തണേ എന്നുള്ള മന്ത്രങ്ങളോടെയാണ്. അപ്പോൾ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ജീവൻ അങ്ങോട്ട് പോവുകയാണ്. ഈ ത്രേതാഗ്നിയും കൊണ്ട് അദ്ദേഹം പോകുന്നു. ഇവിടെ ജഡമായി കണക്കാക്കുന്നത്, നമ്മുടെ ശരീരമായി കണക്കാക്കുന്നത് ഈ അഗ്നിഹോത്രശാലയാണ്, ഈ അതിരാത്രശാലയാണ്, യാഗശാലയാണ്. അപ്പോൾ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നാം മരിച്ചു കഴിഞ്ഞാൽ ജഡം സംസ്കരിക്കപ്പെടുകയും ആത്മാവ് ഉയർന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. ആ ഒരു പ്രതീകമായിട്ടാണ് യാഗശാല അഗ്നിഭഗവാന് സമർപ്പിക്കുന്നത്. 1-ാമത്തെ ദിവസം മുതൽ അഗ്നിഭഗവാന്റെ സജീവ സാന്നിധ്യം എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുന്നത് അഗ്നിഭഗവാനായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്നിഭഗവാന് ഈ യാഗശാല തിരിച്ച് സമർപ്പിച്ച് ലോകത്തിലെ സർവ്വജീവജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും മനുഷ്യനും വൃക്ഷലതാദികൾക്കും സൗഖ്യമേകണേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് അതിരാത്രശേഷം യജമാനൻ മടങ്ങുന്നത്.